Hello friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാഷ്മാലോയുടെ റെസിപ്പിയുമായിട്ടാണ്. നമുക്കിത് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 30 ഗ്രാം ജെലാറ്റിൻ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം ഈ ജെലാറ്റിൻ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഈ പറയുന്ന അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ജെലാറ്റിൻ ഒന്ന് നന്നായിട്ട് അലിഞ്ഞു വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ മാഷ്മാലോ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിലിക്കൺ മോൾഡോ കേക്ക് ടിന്നോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ബോക്സോ വേണം. അതിനുള്ളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് ഐസിങ് ഷുഗർ ഇട്ട് കൊടുക്കണം. ഐസിങ് ഷുഗറിന് പകരമായിട്ട് 1/2 കപ്പ് കോൺഫ്ലവറും 1/2 കപ്പ് പൊടിച്ചെടുത്ത പഞ്ചസാരയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഈ ബേക്കിംഗ് പേപ്പറിന് മുകളിലായിട്ട് കുറച്ച് ഐസിങ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നവരെ ഇതിനെ തിളപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് റെഡിയായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഈ പഞ്ചസാരയുടെ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ കൈകൊണ്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു പരുവം വരെ അതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ജെലാറ്റിൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ജെലാറ്റിൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് യോജിക്കുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റവിൽ നിന്ന് മാറ്റാം. ഇനി വലിയൊരു ബൗൾ എടുക്കുക. അത് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബൗളായിരിക്കണം. അതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ജെലാറ്റിൻ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു മീഡിയം സ്പീഡിൽ ഇതിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു വൈറ്റ് കളറായി വരും. സൈസും ഒക്കെ ഒന്ന് ഡബിളായിട്ട് വരും. നല്ല ക്രീമി ആയിട്ട് നല്ല ഫോമി ആയിട്ടുള്ളൊരു ടെക്സ്ചറായിട്ട് വരും. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് നല്ലതുപോലെ ചേർത്ത് കൊടുക്കണം. കാരണം ജെലാറ്റിനൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ അത് പോകാനായിട്ട് വാനില എസൻസ് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല തിക്കായിട്ടുള്ള റിബൺ കൺസിസ്റ്റൻസി ആയിട്ട് വരും. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 കളറായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പകുതി ആ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു കളർ മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള മിക്സിലേക്ക് പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊരു പിങ്ക് കളറായി വന്നിട്ടുണ്ട്. നല്ല സ്റ്റിക്കി ആയിരിക്കും. തണുക്കും തോറും പെട്ടെന്ന് സെറ്റാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിനെ ടിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഈവനായിട്ട് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഐസിങ് ഷുഗറും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കോൺഫ്ലവറും പഞ്ചസാരയും കൂടെയുള്ള ആ ഒരു മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. റൂം ടെമ്പറേച്ചറിൽ വെച്ചാലും മതി. 4 മുതൽ 5 മണിക്കൂർ വരെ ഇതിനെ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ ഇത് സെറ്റായി വരും. ഇപ്പോൾ ഒരു 5 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ മാഷ്മാലോ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. സിലിക്കൺ മോൾഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഈസി ആയിട്ട് നമുക്ക് അൺമോൾഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലത്തെ ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കട്ടിംഗ് ബോർഡിൽ കുറച്ച് ഐസിങ് ഷുഗർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മാഷ്മാലോയിൽ നിന്ന് ആ ബേക്കിംഗ് പേപ്പർ ഒന്ന് റിമൂവ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ബേക്കിംഗ് പേപ്പർ ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഐസിങ് ഷുഗർ കോട്ട് ചെയ്തെടുക്കണം.
ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇതുപോലെ ഐസിങ് ഷുഗർ കൊണ്ടോ അല്ലെങ്കിൽ കോൺഫ്ലവർ മിക്സർ കൊണ്ടോ കോട്ട് ചെയ്തെടുക്കുന്നത്. നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ കത്തിയിലും ഇതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലവർ മിക്സർ ഒന്ന് തേച്ച് കൊടുക്കണം. ഓരോ തവണ കട്ട് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ തേച്ച് കൊടുക്കണം. ഞാനിവിടെ ക്യൂബ്സ് ആയിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. ചെറിയ പീസസ് ആയിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഓരോ മാർഷ്മാലോയുടെ പീസസിലും ഇതുപോലെ കോൺഫ്ലവർ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിതിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓരോ പീസിലും നല്ലതുപോലെ ഐസിങ് ഷുഗർ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മാർഷ്മാലോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റും സ്പഞ്ചി ആയിട്ടുള്ളതാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.